നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ച് പ്ലാന്റ്, വാണ്ടറിംഗ് ജൂ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ട്രാഡസ്കാൻഷ്യ സെബ്രീന എന്ന ശാസ്ത്രീയ നാമമുള്ള ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ നമ്മളിന്ന് സംസാരിക്കുന്നത്. ട്രാഡസ്കാൻഷ്യ സ്പീഷീസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലുള്ള ഒന്നാണ് ട്രാഡസ്കാൻഷ്യ സെബ്രീന. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ എത്ര ലൈറ്റാണ്, എങ്ങനത്തെ ലൈറ്റാണ് വേണ്ടത്, വെള്ളം എങ്ങനെ ഒഴിക്കണം എന്നുള്ളതിനൊക്കെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ ലൈറ്റിൻ്റെ കാര്യം നോക്കാം. ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല കേട്ടോ, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ വിൻഡോ സൈഡിലോ അല്ലെങ്കിൽ വരാന്തകളിലോ മറ്റോ വെക്കേണ്ടി വരും. ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തണ്ടുകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ മാത്രമേ ഈ പ്ലാന്റ് വെക്കാവൂ. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പോട്ടി മിക്സിൽ കൈ ഒന്ന് ആഴ്ത്തി നോക്കുക, 1 ഇഞ്ച് ആഴത്തിൽ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കയ്യിൽ നനവ് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. കാര്യം ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കുക, അല്ലാത്തപ്പോൾ കൊടുക്കാതിരിക്കുക. ഇനി എങ്ങനത്തെ പോട്ടി മിക്സിലാണ് നടേണ്ടതെന്നുള്ളത് നോക്കാം. പോട്ടി മിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഡ്രെയിനേജുള്ള, അതായത് നീർവാർച്ചയുള്ള, കുറച്ച് വായുസഞ്ചാരം കടക്കുന്നതുമായിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിന് നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 70% കമ്പോസ്റ്റും 20% മണ്ണും പിന്നെ 10% പെർലൈറ്റും, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സാണ് നല്ലത്. ഇനി ഇതിൻ്റെ വളപ്രയോഗം നോക്കാം കേട്ടോ. മാസത്തിൽ 1 പ്രാവശ്യം സീവീഡ് എക്സ്ട്രാക്റ്റ് 3 ml 1 ലിറ്ററിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ 19 വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട്, ഒരു നുള്ള് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള വളം കിട്ടും. പിന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും, അതായത് ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു നുള്ള് മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. പെട്ടെന്നൊന്നും അതിന് കരിച്ചിൽ വരില്ല. മറ്റത് അതിനാവശ്യത്തിനുള്ള വളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പോഷകങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ തണ്ടുകൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റീപോർട്ട് ചെയ്യേണ്ട സമയം എപ്പോഴെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ വേരുകൾ നമ്മൾ നട്ടേക്കുന്ന ചട്ടിയുടെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ചട്ടിയുടെ പുറത്തേക്ക് വേരുകൾ വളർന്നു തുടങ്ങുമ്പം നമ്മളതിന് റീപോർട്ട് ചെയ്യണം കേട്ടോ. ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഇത് നീണ്ട് ഇതൊരു ശരിക്കും ക്രീപ്പറാണ്, ഇങ്ങനെ വള്ളി പോലെ പടർന്നു പോകുന്നതാണ്. അപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് വരുന്തോറും ഇത് വീക്കായി വരികയും, അതായത് വള്ളികൾ വീക്കായി വരികയും കരിയാനുള്ള ചാൻസ് കൂടുതലും ആണ്. അപ്പോൾ ഒരു ഭംഗിയില്ലായിരിക്കും, നമ്മൾ നട്ടേക്കുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന എൻഡുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഈ ചെടി നിൽക്കുകയുള്ളൂ. ഇനി ഇതിന് വരുന്ന കീടരോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ സ്പൈഡർ മൈറ്റ്, മീലി ബഗ് തുടങ്ങിയിട്ടുള്ള കീടങ്ങളാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ എമൽഷൻ ഒന്ന് തളിച്ച് നിർത്തിയാൽ മതി. ആഴ്ചയിൽ 1 പ്രാവശ്യം ഒരു സ്പ്രേ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരാതിരിക്കും. പിന്നെ രോഗങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. പ്രൂൺ ചെയ്യാതെ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചെടികളിൽ ഡൈബാക്ക്, അതായത് കരിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രം മതി. പ്രൂണിങ് നടത്തുന്ന ചെടികൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.